ഇൻസ്റ്റഗ്രാമിലൂടെ സൗഹൃദം സ്ഥാപിച്ച ശേഷം യുവതികളുടെ സ്വർണ്ണാഭരണവുമായി കടന്നുകളയുന്നത് പതിവാക്കിയ മലപ്പുറം സ്വദേശി പിടിയിൽ. കോട്ടയ്ക്കൽ കുണ്ടു ബസാറിലെ കുഞ്ഞിത്തൊടിയിൽ മുഹമ്മദ് ജസീലിനെയാണ് വടകര പോലീസ് അറസ്റ്റ് ചെയ്തത്. കോഴിക്കോട് വളയം സ്വദേശിനിയായ യുവതിയുടെ പരാതിയിലാണ് നടപടി. ഇവരിൽ നിന്ന് 12 പവനോളം വരുന്ന സ്വർണ്ണാഭരണങ്ങൾ ജസീൽ കൈക്കലാക്കിയതായി പോലീസ് വിശദമാക്കി. കിനാവിന്റെ രാജകുമാരൻ എന്ന ഇൻസ്റ്റഗ്രാം ഐഡിയിലൂടെയാണ് ഇയാൾ സ്ത്രീകളുമായി സൗഹൃദം സ്ഥാപിക്കുന്നത്. ബെഫ്കോ പ്രീമിയം കൗണ്ടറുകളിലെ ഡിജിറ്റൽ പേയ്മെന്റ് ഉത്തരവ് പിൻവലിച്ചു. ഇന്നു മുതൽ പണമിടപാടും നടത്താം. മാർച്ച് 15 മുതൽ സംസ്ഥാനത്തെ എല്ലാ സെൽഫ് ഹെൽപ്പ് പ്രീമിയം കൗണ്ടറിലും പൂർണ്ണമായും ക്യാഷ്ലെസ് പേയ്മെന്റിലൂടെ മാത്രമേ മദ്യവിൽപ്പന നടത്താൻ പാടുള്ളൂവെന്നാണ് MD ഹർഷിത അട്ടല്ലൂരി നിർദ്ദേശം നൽകിയിരുന്നത്. ഇത് കർശനമായി പാലിക്കണമെന്നും നിർദ്ദേശമുണ്ടായിരുന്നു. മുള്ളൻപന്നിയെ തല്ലിക്കൊന്ന കേസ്. വെള്ളനാട് ശശിക്ക് കുരുക്ക് മുറുകുന്നു. മുൻകൂർ ജാമ്യാപേക്ഷ തള്ളി. മുള്ളൻപന്നിയെ തല്ലിക്കൊന്ന കേസിൽ വെള്ളനാട് പഞ്ചായത്ത് പ്രസിഡന്റ് വെള്ളനാട് ശശിയുടെ മുൻകൂർ ജാമ്യാപേക്ഷ കോടതി തള്ളി. തിരുവനന്തപുരം സെഷൻസ് കോടതിയാണ് അപേക്ഷ തള്ളിയത്. ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന വ്യക്തി ചെയ്ത കുറ്റത്തെ ചെറുതായി കാണാൻ കഴിയില്ലെന്ന് കോടതി നിരീക്ഷിച്ചു. പ്രാണരക്ഷാർത്ഥമാണ് മുള്ളൻപന്നിയെ തല്ലിക്കൊന്നതെന്നായിരുന്നു ജാമ്യാപേക്ഷയിൽ വെള്ളനാട് ശശിയുടെ വാദം. കരുനാഗപ്പള്ളിയിലെ ഗുണ്ടാ നേതാവ് അലുവ അതുലിനെ വെട്ടിക്കൊലപ്പെടുത്തിയ കേസിലെ 10 പ്രതികളെയും കൊല്ലം ജില്ലാ ജയിലിൽ നിന്ന് മാറ്റി. പ്രതികൾക്ക് ഭീഷണിയുണ്ടെന്ന മുന്നറിയിപ്പിനെ തുടർന്നാണ് നടപടി. പ്രതികൾക്ക് ജയിലിനകത്തും പുറത്തും ഭീഷണിയുണ്ടെന്ന് സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട് നൽകിയിരുന്നു. അലുവ അതുലിന്റെ വൈനകം ഗുണ്ടാസംഘം റിമാൻഡിൽ കഴിയുന്നത് കൊല്ലം ജില്ലാ ജയിലിലാണ്. അതുലിനെ കൊലപ്പെടുത്തിയ കടത്തൂർ സംഘത്തിന് വൈനകം സംഘത്തിന്റെ ഭീഷണിയുണ്ടെന്ന് ഇന്റലിജൻസിന്റെയും സ്പെഷ്യൽ ബ്രാഞ്ചിന്റെയും മുന്നറിയിപ്പ് ലഭിച്ചിട്ടുണ്ട്. ഏറ്റുമുട്ടൽ സാധ്യത കണക്കിലെടുത്താണ് കടത്തൂർ ഗുണ്ടാസംഘത്തെ തിരുവനന്തപുരത്ത് ജയിലിലേക്ക് മാറ്റിയിരിക്കുന്നത്. പാർട്ടിക്കെതിരെ രംഗത്ത് വന്ന ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം TK ഗോവിന്ദനെ CPIM പുറത്താക്കി. ജില്ലാ സെക്രട്ടറി KK രാഗേഷാണ് ഗോവിന്ദനെ പുറത്താക്കിയതായി പ്രഖ്യാപിച്ചത്. പാർട്ടിക്കെതിരെ പച്ചനുണയാണ് TK ഗോവിന്ദൻ പറഞ്ഞതെന്നും അദ്ദേഹത്തിന്റേത് പാർലമെന്ററി അവസരവാദമാണെന്നും രാഗേഷ് പറഞ്ഞു. TK ഗോവിന്ദൻ എക്സ് കമ്മ്യൂണിസ്റ്റ് ആണെന്നും രാഗേഷ് കുറ്റപ്പെടുത്തി. PK ശ്യാമളയുടെ സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച് ഗോവിന്ദൻ ഉന്നയിച്ച വിമർശനങ്ങളും രാഗേഷ് തള്ളി. TK ഗോവിന്ദൻ ആരോപിച്ചത് നീചമായ കാര്യങ്ങളാണെന്നും ബന്ധുത്വം പരിഗണിച്ചല്ല ശ്യാമളയെ സ്ഥാനാർത്ഥിയാക്കിയതെന്നും രാഗേഷ് പറഞ്ഞു. ആശുപത്രിയിലെ ഡ്യൂട്ടിക്കിടെ ഡോക്ടർ വന്ദനാദാസ് കൊല്ലപ്പെട്ട കേസിൽ പ്രതി സന്ദീപ് കുറ്റക്കാരനെന്ന് കോടതി. കൊല്ലം അഡീഷണൽ സെഷൻസ് കോടതിയാണ് പ്രതി കുറ്റക്കാരനാണെന്ന് വിധിച്ചത്. ശിക്ഷ വ്യാഴാഴ്ച വിധിക്കും. കേസിൽ 70-ലധികം സാക്ഷികളെ കോടതിയിൽ വിസ്തരിച്ചിരുന്നു. 2023 മെയ് 10-നായിരുന്നു കേസിനാസ്പദമായ സംഭവം. കൊട്ടാരക്കര താലൂക്ക് ആശുപത്രി ജോലിക്കിടെ ചികിത്സയ്ക്ക് കൊണ്ടുവന്ന രോഗിയായ സന്ദീപ് ഡോക്ടർ വന്ദനയെ ആക്രമിക്കുകയായിരുന്നു. അയൽവാസിയുമായുള്ള സംഘർഷത്തിൽ പരിക്കേറ്റ ചികിത്സയ്ക്കായി പോലീസുകാർ ആശുപത്രിയിൽ എത്തിച്ചതായിരുന്നു കേസിലെ പ്രതിയായ സന്ദീപിനെ. കിഴക്കഞ്ചേരി വാൽക്കുമ്പിളിൽ പാറച്ചാട്ടം ചേരിങ്കൽ സ്വദേശിയായ ഗംഗാധരന് സൂര്യാഘാതമേറ്റു. ഉച്ചയ്ക്ക് വടക്കഞ്ചേരിയിൽ നിന്ന് വാൽക്കുമ്പിളിലേക്കുള്ള സ്കൂട്ടർ യാത്ര ചെയ്യുന്നതിനിടെയാണ് വയോധികന് സൂര്യാഘാതമേറ്റത്. ശക്തമായ ചൂടിൽ യാത്ര ചെയ്യുന്നതിനിടെ കഴുത്തിൽ വൃത്താകൃതിയിൽ പൊള്ളല് പോലെ പാടുകൾ രൂപപ്പെടുകയായിരുന്നു. അസ്വസ്ഥത അനുഭവപ്പെട്ടതിനെ തുടർന്ന് വടക്കഞ്ചേരി സർക്കാർ ആശുപത്രിയിൽ ചികിത്സ തേടി. സംസ്ഥാനത്ത് ചൂട് കനക്കുന്ന സാഹചര്യത്തിൽ ഉച്ചസമയങ്ങളിൽ അനാവശ്യമായി പുറത്തിറങ്ങുന്നത് ഒഴിവാക്കണമെന്നും ആവശ്യമായ മുൻകരുതലുകൾ സ്വീകരിക്കണമെന്നും ആരോഗ്യവകുപ്പ് നിർദ്ദേശിച്ചു. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ തന്ത്രി കണ്ഠരര് രാജീവർക്ക് ക്ലീൻ ചിറ്റ് നൽകിയ വിചാരണ കോടതി പരാമർശത്തിന് ഹൈക്കോടതി സ്റ്റേ. സർക്കാർ നൽകിയ അപ്പീലിലാണ് സ്റ്റേ നൽകിയിരിക്കുന്നത്. സർക്കാർ നൽകിയ അപ്പീലിൽ വാദം കേൾക്കാനും നിർദ്ദേശമുണ്ട്. തന്ത്രിയുടെ ജാമ്യ ഹർജിയെയും വിചാരണ കോടതിയുടെ പരാമർശങ്ങളെയും എതിർത്താണ് സർക്കാർ ഹൈക്കോടതിയിൽ അപ്പീൽ നൽകിയത്. തന്ത്രിക്ക് ശബരിമല സ്വർണ്ണക്കൊള്ള ഗൂഢാലോചനയുടെ ബന്ധമുണ്ടെന്നും വിചാരണ കോടതിയുടെ നിരീക്ഷണങ്ങൾ വസ്തുതാവിരുദ്ധമാണെന്നും തന്ത്രിയുടെ ജാമ്യം റദ്ദ് ചെയ്യണമെന്നും സർക്കാർ ഹൈക്കോടതിയിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു. അപ്പീലിൽ തന്ത്രിക്ക് ഹൈക്കോടതി നോട്ടീസ് നൽകി. താൻ ഒരാളെയും പറഞ്ഞു പറ്റിക്കില്ലെന്ന തൃക്കാക്കരയിലെ വോട്ടർമാരോട് 2020 സ്ഥാനാർത്ഥി അഖിൽ മാരാർ. അങ്ങനെ സംഭവിച്ചാൽ തന്നെ പിടിച്ചു നിർത്തി അടിച്ചോളൂവെന്നും അഖിൽ മാരാർ പറഞ്ഞു. സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് അഖിൽ മാരാരുടെ പ്രതികരണം. മത്സരിക്കുന്നത് ജനങ്ങൾക്ക് വേണ്ടി ശബ്ദിക്കാനാണ്. രാജചന്ദ്രശേഖരൻ നയിക്കുന്ന മുന്നണിക്കൊപ്പമാണ് നിൽക്കേണ്ടത്. സെലിബ്രിറ്റികൾക്ക് നാട്ടിൽ ഒരു വിലയുമില്ലെന്നും തന്റെ സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഉപയോഗിച്ച് വോട്ട് പിടിക്കില്ലെന്നും അഖിൽ അറിയിച്ചു.
വിവാദങ്ങൾ തനിക്ക് കരുത്തു പകർന്നുവെന്ന് കായംകുളത്തെ ഇടത് സ്ഥാനാർത്ഥി യു പ്രതിഭ. പാർട്ടി നൽകിയത് വലിയ ഉത്തരവാദിത്തമാണെന്നും പാർട്ടിക്ക് തന്നിലുള്ള വിശ്വാസം നിലനിർത്തി പോകണമെന്നാണ് ആഗ്രഹമെന്നും പ്രതിഭ പറഞ്ഞു. 3ാം തവണയാണ് കായംകുളത്ത് യു പ്രതിഭ ജനവിധി തേടുന്നത്. ഒരു വീട്ടമ്മയായി ഇരിക്കുകയാണെങ്കിൽ ആരും വിമർശനങ്ങൾ ഉന്നയിക്കില്ലെന്നും വലിയ ഉത്തരവാദിത്തമാണ് കാലങ്ങളായി ചെയ്തുകൊണ്ടിരിക്കുന്നതെന്നും പ്രതിഭ പറഞ്ഞു. സ്വാഭാവികമായി ഇത് കരുത്ത് നൽകും. വിമർശനങ്ങൾ ചെറിയ സമയത്തേക്ക് വിഷമിപ്പിച്ചേക്കാം. അസത്യങ്ങൾ അധികകാലം പ്രചരിപ്പിക്കാനാവില്ല. പൊതുപണം ഒരിക്കലും ദുർവിനിയോഗം ചെയ്തിട്ടില്ല. വ്യാജ പ്രചരണങ്ങൾ ആർക്കും നടത്താമെന്നും പ്രതിഭ പറഞ്ഞു.